പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2021 ബംഗാൾ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂട്ടുകെട്ട് പരാജയമായിരുന്നു എന്ന് പറയുകയാണ് എം.എ. ബേബി ന്യൂസ് മലയാളത്തോട്. കോൺഗ്രസ് CPM-ന് വോട്ട് ചെയ്തില്ല, മറിച്ച് CPIM കോൺഗ്രസിന് വോട്ട് ചെയ്തു. ഇത് ജനങ്ങൾക്ക് മുന്നിലുണ്ടെന്നും എം.എ. ബേബി പറഞ്ഞു. ബംഗാളിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്നും എം.എ. ബേബി കൂട്ടിച്ചേർത്തു. ബംഗാളിൽ BJPക്ക് സമാനമായ ജനവിരുദ്ധ നയങ്ങളും ഒരു പരിധിവരെ വർഗീയ നയങ്ങളും പിന്തുടരുന്ന തൃണമൂലിനെയും തോൽപ്പിക്കുക, അതിനെ കോൺഗ്രസ് സഹകരിക്കുകയാണെങ്കിൽ കോൺഗ്രസുമായിട്ട് കൂട്ടുകെട്ടല്ലാതെ ചില നീക്കുപോക്കുകൾ പരിശോധിക്കാനാണ് മുമ്പ് ഇടതുപക്ഷം വളരെ സാഹസികമായൊരു രാഷ്ട്രീയ സമീപനം എടുത്തുകൊണ്ട് സന്നദ്ധമായത്. അഖിലേന്ത്യാ പാർട്ടി കേന്ദ്രത്തിൻ്റെ സമ്മതത്തോടു കൂടിയാണ്. പക്ഷെ അത് ഉദ്ദേശിച്ച പോലെ വിജയിച്ചില്ല. കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി നേടാവുന്ന സീറ്റുകൾ നേടി. എന്നാൽ തിരിച്ച് ഇടതുപക്ഷത്തിന് വോട്ട് നൽകുക എന്നുള്ള ചുമതല കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞ് നിർവഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണോ, അങ്ങനെ തിരിച്ച് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിക്കാത്തതുകൊണ്ടാണോ, ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വോട്ടുകൾ വെച്ച് കൃത്യമായി നോക്കുമ്പോൾ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ മുൻ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ നീക്കുപോക്ക് കോൺഗ്രസ് അതിൻ്റെ നേട്ടത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു നിലയാണുണ്ടായത്. ശരത്ലാൽ തുടരുന്നുണ്ട്. ശരത്ത്, 2021 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോ CPM-നോ ഒരു സീറ്റ് പോലും ബംഗാളിൽ നിന്ന് നേടാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തവണ ആ 0 എന്നുള്ള നില മെച്ചപ്പെടുത്തുമെന്ന് എം.എ. ബേബി പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. ഒപ്പം കോൺഗ്രസുമായുള്ള കൂട്ടുകെട്ടിനെ കുറിച്ച് സേതുലക്ഷ്മി, ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടാണ് പശ്ചിമ ബംഗാളിലെ കോൺഗ്രസുമായിട്ട് 2021 സഹകരണം. അതാണ് ഒരു പരാജയം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് CPM-നെ സംബന്ധിച്ചുള്ള നഷ്ടക്കച്ചവടമാണെന്ന രീതിയിൽ എം.എ. ബേബി തുറന്നടിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യ മോഡലിൽ ഒരു പരീക്ഷണമായിരുന്നു അന്ന് 2021 കോൺഗ്രസുമായി സഹകരിക്കാൻ എടുത്ത് കേരള ഘടകത്തിൻ്റെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടായിരുന്നു അത്തരമൊരു നീക്കത്തിലേക്ക് അന്നത്തെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അനുമതി നൽകിയത്. അതാണ് ഒരു പരാജയമാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ CPM-ന് ഗുണം ചെയ്തില്ല, അതുകൊണ്ട് തന്നെയാണ് തനിച്ച് മത്സരിക്കുന്നത് എന്ന രീതിയിലേക്ക് വളരെ വ്യക്തതയോടെ തന്നെ പുതിയ ജനറൽ സെക്രട്ടറി എം.എ. ബേബി വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം കോൺഗ്രസിന് CPM-മായി സഹകരിക്കാൻ, അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടിയില്ല, മറിച്ച് CPM സ്ഥാനാർത്ഥികൾ CPM അണികൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ 2021 പരീക്ഷണം പാളി എന്ന വളരെ വ്യക്തതയോടെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2026 സ്വന്തമായി മത്സരിക്കുന്നത്. സ്വന്തമായി മത്സരിച്ച വിജയപ്രതീക്ഷ ഉണ്ടെന്നും അക്കൗണ്ട് തുറക്കുമെന്നും ഈ തവണ CPM-ന്റെ MLA-മാർ എന്തായാലും ബംഗാൾ നിയമസഭയിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് അദ്ദേഹത്തിനുള്ളത്. അതുതന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. കാരണം കഴിഞ്ഞ 4 ദിവസങ്ങളായി 22 മുതൽ 26 4 ദിവസമായി CPM-ന്റെ റാലികളിലും CPM പ്രകടനങ്ങളിലും എല്ലാം ഒക്കെ എം.എ. ബേബി പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് CPM-ന്റെ സംസ്ഥാന പാർട്ടി ഓഫീസിൽ വെച്ച ന്യൂസ് മലയാളം അദ്ദേഹം സംസാരിച്ചത്. അന്നേരമാണ് അദ്ദേഹം കോൺഗ്രസുമായിട്ട് ഇടപാടുകൾ, അല്ലെങ്കിൽ കോൺഗ്രസുമായി നടത്ത കാര്യങ്ങൾ, CPM കോൺഗ്രസും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അത് CPM-ന് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കും. ശ്രീലക്ഷ്മി, ഏതായാലും കേരള ഘടകത്തിൻ്റെ നേരത്തെയുള്ള നിലപാടിന് സമാനമായ ഒരു തുറന്നു പറച്ചിലായിട്ട് എം.എ. ബേബിയുടെ ഈ ന്യൂസ് മലയാളത്തിൽ പറഞ്ഞ വാക്കുകൾ നമുക്ക് കണക്കിലാക്കാം. ഏതായാലും അപ്പം ഇത്തവണ 2021 ആയിരിക്കില്ല, പകരം സീറ്റുകൾ കൂട്ടും അല്ലെങ്കിൽ സീറ്റുകൾ പിടിക്കുമെന്ന് പറയുന്നു എം.എ. ബേബി.